നമുക്ക് ലോക ഫുട്ബോൾ വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകണം. പോർച്ചുഗലിന്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലോക മോഹങ്ങൾ അങ്ങനെ അവസാനിക്കുന്ന കാഴ്ചയും ഇന്നലെ രാത്രി കണ്ടു. പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായി. അതും ഇഞ്ചുറി ടൈമിലാണ് ഈ ഗോൾ എന്നതാണ് ശ്രദ്ധേയമായത്. പകരക്കാരനായി ഇറങ്ങിയ മിഗേൽ മെറീനോ ആണ് ഗോൾ നേടിയത്. എൽദോ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപക്ഷെ മെസ്സി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ഒരു താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ ടൂർണമെൻറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ക്രിസ്ത്യാനോയുടെ ഫോമുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പ്രകടനം ക്രിസ്ത്യാനോയെ കാഴ്ചവെക്കാനായോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനോ പുറത്താകുന്നു. കണ്ണീരണിഞ്ഞാണ് ക്രിസ്ത്യാനോ മൈതാനം വിട്ടത്. രഞ്ജിത്ത്, പോർച്ചുഗൽ ആരാധകർക്ക്, ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് ഇത് ഏറ്റവും നിരാശ നിറഞ്ഞ ഒരു ദിനമായിരിക്കും. അവരുടെ പ്രിയപ്പെട്ടവൻ മദീറയുടെ രാജകുമാരൻ ലോക കിരീടമില്ലാതെ തിരികെ പോവുകയാണ്. 10ാം നമ്പറിനേക്കാൾ മുകളിലാണ് 7ാം നമ്പർ എന്ന ഫുട്ബോളിൽ സ്ഥാപിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗലിന് വേണ്ടി 2006 ലോകകപ്പിൽ തൻ്റെ ആദ്യ ലോകകപ്പാണ്, അന്ന് സെമി ഫൈനൽ കളിച്ചതാണ് ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടത്തിൽ ഒതുങ്ങുന്നു ക്രിസ്ത്യാനോയുടെ ലോകകപ്പ് റെക്കോർഡ് ബുക്ക്. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഗോൾ വേട്ട തുടരുമ്പോഴും ലോകകപ്പ് എന്ന വലിയ സ്വപ്നം ക്രിസ്ത്യാനോയ്ക്ക് അന്യമായിരുന്നു. അങ്ങനെ ക്യാപ്റ്റനായി ക്രിസ്ത്യാനോ ഇല്ലാത്തൊരു പോർച്ചുഗൽ എങ്ങനെ സാധ്യമാകുമെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് റൊണാൾഡോ ഈ ടീമിന്റെ നായക പദവിയിലേക്ക് തിരികെ എത്തുന്നതും ഈ ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ പോർച്ചുഗൽ സംഘം ഇറങ്ങുന്നതും. പക്ഷേ ഇന്നലെ സ്പെയിനിന് മുന്നിൽ രണ്ട് ടീമുകളും ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും റൊണാൾഡോയുടെ കാലുകളിലേക്ക് പന്തുകൾ എത്തുന്നത് കുറവായിരുന്നു. റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ റോബർട്ടോ മാർട്ടിനസ് തയ്യാറായതുമില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇഞ്ചുറി ടൈമിലെ ഗോളിലാണ് മത്സരം സ്പാനിഷ് സംഘം സ്വന്തമാക്കുന്നത്. സ്പെയിൻ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജയിച്ചത്. നമുക്കറിയാം 5 ബാലൻഡിയോർ കിരീടങ്ങൾ, പ്രീമിയർ ലീഗ് കിരീടം, സ്പാനിഷ് ഡെൽറേ അല്ലെങ്കിൽ ലാലിഗ കിരീടങ്ങൾ, എത്തിപ്പിടിക്കാത്ത നേട്ടങ്ങൾ കുറവാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ വേദിയിൽ. ഫിഫ ബെസ്റ്റ് പ്ലെയർ, അങ്ങനെ ഏത് ക്രമങ്ങൾ നോക്കിയാലും, ഏത് പുരസ്കാരങ്ങൾ, ഏത് അവാർഡുകൾ, ഏത് നേട്ടങ്ങൾ നോക്കിയാലും അതിലൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പേരുണ്ട്. CR7 എന്നുള്ളത് അതൊരു ഫുട്ബോളിൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ 2 പതിറ്റാണ്ടിന് മുകളിലായിട്ടുള്ള ചരിത്രത്തിൻ്റെ പ്രധാന ഏടാണ് എന്നുള്ളതിൽ തർക്കമില്ല. അത്തരത്തിൽ ഫുട്ബോളിനെ മാറ്റിമറിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യം നമുക്കറിയാം, അതായത് വലിയ തോതിൽ ഡ്രിബ്ലിങ്ങിലും ഫേക്കിങ്ങിലും ഒക്കെ ശ്രദ്ധേയനായിരുന്ന റൊണാൾഡോ ഓരോ സമയത്തും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കാണാൻ കഴിയുമായിരുന്നു. ആദ്യം ഫേക്കിംഗ് ആയിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം ഫ്രീ കിക്കുകൾ, പെനാൽറ്റികൾ, അങ്ങനെ സെറ്റ് പീസുകൾ എടുക്കുന്നതിൽ ശ്രദ്ധേയനായി. റൊണാൾഡോയ്ക്ക് പെനാൽറ്റി മികവ് കൊണ്ട് തന്നെ പെനാൽഡോ എന്നുള്ള പേരും ചില സമയത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗോളാഘോഷ രീതി, സ്യൂ എന്നുള്ള ശബ്ദമുണ്ടാക്കി അദ്ദേഹം നെഞ്ചുവരിച്ച് 2 കൈയും താഴോട്ടു നീട്ടി 2 കാലുകളും അകത്തി വെച്ച് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. ആ നിൽപ്പൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്നവരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിൻ്റെ ആരാധകർ. പ്രത്യേകിച്ചും ഈ പുതുതലമുറ വല്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരാധിക്കുന്നത് കാണാം. പ്രത്യേകിച്ചും ജെൻസി സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന ആ തലമുറയ്ക്ക് ക്രിസ്ത്യാനോയാണ് സൂപ്പർ താരം. ലയണൽ മെസ്സിയുടെ മാന്ത്രിക സ്പർശങ്ങളെക്കാൾ അവർ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കും അദ്ദേഹത്തിൻ്റെ ഗോളടി മികവും സൗന്ദര്യാത്മകമായിട്ടുള്ള ചലനങ്ങളുമായിരിക്കാം. പക്ഷേ എന്താണെങ്കിലും അതൊക്കെ ലോകവേദിയിൽ നിന്നും അന്യമാവുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങുന്നു. പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റ് പുറത്താവുന്നു. മെറീനോ, സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ മെറീനോ ആണ് ഇഞ്ചുറി ടൈമിൽ അവസാന വിസിലിന് തൊട്ടു മുൻപ് സ്പെയിന് ഗോൾ സമ്മാനിച്ച് ജയം സ്വന്തമാക്കുന്നത്. അത്ര മികച്ച മത്സരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു എഡ്ജ് കൂടുതൽ ആ മത്സരത്തിൽ അത് സ്പെയിന് തന്നെയായിരുന്നു. സ്പെയിനാണ് കൂടുതൽ സമയം പന്ത് നിലനിർത്തിയതും ഒക്കെ. 55% ബോൾ പൊസിഷൻ സ്പെയിനായിരുന്നു. കൂടുതൽ ഷോട്ട് ഉതിർത്തത് സ്പെയിനാണ്. കൂടുതൽ പാസുകൾ കളിച്ചത് സ്പെയിനാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാന മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഗോൾ നേടാൻ സ്പെയിൻ. എന്തായാലും സ്പെയിൻ മുന്നേറുകയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും ഇത് സങ്കട കണ്ണീരിൻ്റെ ദിവസമാണ്. റൊണാൾഡോയെ ഇത്രമാത്രം വികാരാധീനനായി കണ്ടിട്ടില്ല. ചില താരങ്ങളൊക്കെ, പോർച്ചുഗൽ ടീമിലെ ചില താരങ്ങൾ റൊണാൾഡോയെ ആശ്വസിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. പക്ഷേ പൊട്ടിക്കരഞ്ഞ് അദ്ദേഹം ഡഗ്ഔട്ടിലേക്ക് നടന്നു നീങ്ങുന്നത് അതൊരു സങ്കടകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. കണ്ണു നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി വിതുമ്പിക്കൊണ്ട് റൊണാൾഡോ ലോകകപ്പ് വേദിയിൽ നിന്നും തിരികെ കയറി. രഞ്ജിത്ത്, തീർച്ചയായും ഏതായാലും പോർച്ചുഗലിനും അടക്കം ക്രിസ്ത്യാനോയ്ക്കും അടക്കം 6 ലോകകപ്പുകളെ ത്രസിപ്പിച്ച, കോരിത്തെരിപ്പിച്ച സൂപ്പർ താരമാണ് ഇപ്പോൾ ആരാധകർക്ക് നിരാശ സമ്മാനിച്ച് മടങ്ങുന്നത്. ഒരു ലോകകപ്പ് പോലും റൊണാൾഡോയ്ക്ക് സ്വന്തമാക്കാനായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടം. പക്ഷേ എന്നും ഓർമ്മിക്കപ്പെടും റൊണാൾഡോ, അദ്ദേഹത്തിൻ്റെ കാൽച്ചുവടുകൾ, പന്തുകൾ, അദ്ദേഹം അടിച്ച ഗോളുകളൊക്കെ എത്രയോ ആരാധകരെ ത്രസിപ്പിച്ചതാണ്. റൊണാൾഡോ എന്ന ഇതിഹാസം അങ്ങനെ വിടവാങ്ങുന്നു.